സന്തോഷമുള്ളവരെ കരമത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. സമയം പെട്ടെന്ന് പറന്നു പോകുന്നതുകൊണ്ട് ദൈവത്തിന്റെ മരത്തിൽ കൂടി നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി പോകാം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഈ മാസം പരിശുദ്ധാത്മാവ് പറയുന്നത് വളർച്ചയ്ക്കായിട്ട് അവൻ സ്വന്തം ദൈവം ആഗ്രഹിക്കുന്നു ക്രിസ്തുവാകുന്ന തലയോളം വളരണം. ഈ വർഷത്തെ താക്കോൽ വാക്യമായിരുന്ന എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു 15-16 വാക്യങ്ങൾ അത് വായിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പോൾ അൾട്ടിമേറ്റ് ലക്ഷ്യം അവൻ ക്രിസ്തുവാകുന്ന തലയോളം വളരണം. അങ്ങനെയുള്ള വിശ്വാസികളെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ആരെങ്കിലും മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്ഇന്റർപ്രിട്ടേഷൻ മാറ്റാൻ പരിശുദ്ധമ്മ പറയുന്നു. അവൻ അതുകൊണ്ടാണ് ഈശ്വനാഥൻ അനേക ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അനേകർ വന്ന് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ തെരുവുകൾ സംസാരിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. കർത്താവ് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും, എന്റെ അർത്ഥം പ്രസംഗിക്കാൻ എനിക്കിവിടെ നിന്ന് വചനത്തിലേക്ക് നിങ്ങളെ നയിക്കാം, പക്ഷേ ഞാൻ ക്രിസ്തുവിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും എന്നോട് ഉൾപ്പെടെ പറയുക, വളരാൻ മനസ്സ് വെക്കണം. എത്രത്തോളം വളരാൻ? ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ. അതുകൊണ്ട് പലപ്പോഴും ഈ കഷ്ടാനുഭവ ആഴ്ച കൊണ്ടാടുന്ന മനുഷ്യരൊക്കെയും അവരുടെ ചിന്ത നോമ്പെടുത്താൽ നോമ്പല്ല വിഷയം, ക്രിസ്തുവിനെ സൂക്ഷിച്ച് നോക്കണം. ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു, ക്രിസ്തു എങ്ങനെ തന്റെ കഷ്ടങ്ങളിൽ തന്നെ നിന്ദിച്ചപ്പോൾ ഈ ഭൂമിയിൽ പെരുമാറി, ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ പിതാവിന്റെ ഇഷ്ടമൊക്കെയും തന്റെ ഇഷ്ടത്തിനല്ലേ പ്രാർത്ഥിക്ക്, ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്, ഇതൊക്കെയൊന്നും ആരും ഓർക്കുന്നില്ല. ജസ്റ്റ് ഒരു അനുഭൂതി, ഒരു നോമ്പെടുത്തു. എന്നാല് പിതാവിന്റെ ഇഷ്ടം സന്തോഷത്തോടെ ചെയ്തവൻ ആരാ? ഈശോ. അതിന്റെ അർത്ഥം ഇന്ന് രാത്രി നിങ്ങൾ തകർച്ചകളിൽ കൂടെ പോകുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഈശോ നോക്കം പഠിക്കുന്നത്? സന്തോഷത്തോടെ ആ പാനപാത്രം. അതുകൊണ്ടാണ് അവൻ സ്വന്തം കഷ്ടതയുടെ കയ്പ് നീരിൻ പാത്രവും അങ്ങ് എന്റെ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി കുടിക്കും. ആണോ? ഇന്ന് എന്നെ കേൾക്കുന്നവർ ഫേസ്ബുക്ക് ലൈവ് ആയിട്ട് കാണും. കഴിഞ്ഞ ആഴ്ച ഭയങ്കര നോമ്പായിരുന്നല്ലോ, കുറച്ച് വർഷമായിട്ട്. ക്രിസ്തുവേശുവിന്റെ അതേ ഭാവം ഉണ്ടോ നിങ്ങൾ എന്നിൽ? ഞാൻ നിങ്ങളോട് മാത്രമല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അപ്പം ഇത് പാഷൻ വീക്കിന്റെ അനുഭൂതിയുടെ കാര്യമല്ല. ഇതെല്ലാം കാണിക്കുന്നത് യേശുവിനെ നോക്കി ജീവിക്കണം, യേശുവിന്റെ വാക്ക് കാക്കണം. ഇതിനു വേണ്ടിയായി ആരെങ്കിലും പാഷൻ വീക്ക് കൊണ്ടാടുന്നെങ്കിൽ കർത്താവ് പ്രസാദിക്കണമെങ്കിൽ കർത്താവിനെ നോക്കി ജീവിക്കണം, ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. സമയമില്ലതുകൊണ്ട് ക്രിസ്തുവാകുന്ന തലയോളം വളരണം. പരിശുദ്ധാത്മ വർഷം പറയുന്നുള്ള ബന്ധത്തിൽ ആദ്യം കേൾക്കുന്ന ഉപദേശം കറക്റ്റ് ആയിരിക്കണം. വചനമായിരിക്കണം ആരംഭം, ക്രിസ്തുവായിരിക്കണം ആരംഭം. അവൻ സ്വന്തം ചെയ്യുന്നു കലർപ്പില്ലാത്ത മായമില്ലാത്ത വചനം. അവൻ സ്വന്തം ചെയ്യുന്നു കെടാത്ത ബീജം. അത് സത്യവചനത്തെയും ക്രിസ്തുവിനെയും കാണിക്കുന്നു. അതിനോട് ശേഷം പറഞ്ഞു, എത്ര വിത്ത് നല്ലതാണെങ്കിലും കിളിർക്കണമെങ്കിൽ നനവ് വേണം. ലോകത്തിന്റെ ആരംഭത്തിലും ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, അവിടെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ജീവന് നൽകുന്നതിനെ കാണിക്കുന്നു, വചനത്തെ കാണിക്കുന്നു. പക്ഷേ ജീവൻ ഉത്ഭവിക്കണമെങ്കിൽ അതിനുമേൽ എന്തോ പരിവർത്തിക്കണം അറിയാമോ? പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ. ഇന്ന് പകൽക്കാലം ഇതേപോലെ നിങ്ങൾക്ക് നല്ല പ്രോമിസ് വേർഡ്സ്, ബൈബിളിന്റെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പവർഫുൾ ആണ്. അവൻ തന്റെ വചനം അയച്ചവർ എന്ത് ചെയ്തു? കർത്താവ് അയക്കുന്ന വചനം അത് അവൻ സ്വന്തം ചെയ്യുന്നു. കേലമാണ് കൃഷ്ണൻ അവൻ ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ആ വാക്യം യെശയ്യാപ്രവചനത്തിലെടുത്ത് ഉദ്ധരിപ്പാനിടയായി. ദൈവം അയക്കുന്ന മഴയും മഞ്ഞും ഒക്കെയും അയച്ച പ്രവൃത്തി തികച്ചിട്ട് മടങ്ങി പോകുന്നത് പോലെ ദൈവം അയക്കുന്ന വചനങ്ങൾ അങ്ങനെ തന്നെ. ഇന്ന് രാത്രി ഉദ്ധരിക്കുമ്പോൾ ഒത്തിരി പ്രോമിസ് വാഗ്ദത്തങ്ങൾ നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിക്കാണും, പ്രസംഗങ്ങൾ കേട്ടപ്പോൾ കിട്ടിക്കാണും. എന്നാൽ ഇന്ന് രാത്രി അത് ജീവൻ വെച്ച് ചലിക്കണമെങ്കിൽ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ചലിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കണമെങ്കിൽ അതുമേൽ പരിശുദ്ധാത്മാവിനെ നനവേണം. അതാണ് ദൈവം മാർച്ചിൽ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. എന്നാൽ അത് കിളിർക്കാൻ, വചനം കിളിർക്കാൻ, ആക്ടിവേറ്റഡ് ആകാൻ നനവ് ആവശ്യമാണ്. പക്ഷേ ഈ മാസം പരിശുദ്ധമ്മ പറഞ്ഞു, നല്ല കാര്യം, നനഞ്ഞോ കിളിർത്തോ നമുക്കറിയാം. വിത്തൊക്കെ പാകാനുള്ള സമയം അടുത്ത് വരുന്നു. അവൻ സ്വതം ചെയ്യുന്നു. നമ്മുടെ ഫിലിപ്പോസങ്ങളും സൂസനും ഒക്കെയും വിത്തൊക്കെ ഇങ്ങനെ അവൻ നനച്ച് കിളിർപ്പിക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, അടുത്തത് വെളിയിലെടുത്ത് നടാനായിട്ട്. പക്ഷെ എത്ര കിളിർത്ത വിത്താണേലും നീ വെളിയിലെടുത്തിട്ട് അത്
വിതയ്ക്ക് അത് നടുമ്പോൾ കട്ടകളുടെ മധ്യത്തിലാണ് നടുന്നതെങ്കിൽ എത്ര കെളുപ്പിച്ച വിത്താണേലും അതെന്ത് ചെയ്യും? അട്ടുപോകും. ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാൻ എടുത്തു. അവൻ സ്വന്തം ചെയ്യുന്നു. അതിനാധാരമായിട്ട് യോവൽ പ്രവചനം 1:17 എടുക്കുന്നവർ പെട്ടെന്ന് വായിക്കാം. യോവൽ 1:17. The seed is rotten under their clods. ക്ലോഡ്സ് കട്ട. ഇപ്പൊ നമ്മള് നാട്ടിൽ ഉഴുതു മറിക്കുന്ന കണ്ടുള്ള ട്രാക്ടർ, പക്ഷെ ഉഴുതു മറിക്കുമ്പോൾ കട്ടകളായിട്ട് ഇളകി വരും. അത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നിരത്തണം. കാരണം അതിനിടയിൽ ആ വിത്ത് വിതയ്ക്കേണ്ടത്. അതോടൊപ്പം മഴയും വേണം. മഴയുണ്ട്. അവൻ സ്വന്തം തരിശു നില ആവശ്യമുള്ള The garners are laid desolate. The barns are broken down, for the corn is withered. കാരണം ഈ വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് അട്ടുപോകുന്നത് കൊണ്ട് പാണ്ഡികശാലകളൊക്കെ എന്തുവാ? ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ അനുഗ്രഹം നിറഞ്ഞു നിൽക്കേണ്ട ഭാഗങ്ങൾ ശൂന്യമാണെന്ന് തോന്നിയാൽ പരിശുദ്ധാത്മ പറയുക, മോനെ കട്ട ഉടച്ചു നിരത്ത ശുദ്ധാരാധനകൾ ഘടക സന്ധിയ പ്രവാസമുദിയ ഒക്കെ നിനക്ക് വേണ്ടുന്ന സത്യവചനങ്ങൾ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് തന്നിട്ടുണ്ട്. പക്ഷെ അത് കിടക്കണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ വചനം ഫലം കൊണ്ടുവരണമെങ്കിൽ ഇന്ന് രാത്രി നനവുണ്ട്. കർത്താവും അവൻ തക്ക അളവായ മഴ തരാൻ ശക്തനാണ്. പക്ഷെ കട്ടകള്, ഉണങ്ങിയ തരിശു നിലങ്ങള് ഉഴുതുമറിക്കണം. കട്ടകളെ ഉടച്ച് നിരത്തണം. ഇല്ലെങ്കിൽ എത്ര നല്ല കിളിർത്ത വിത്താണേലും കട്ടകളിടയിൽ കിടന്ന് അട്ടുപോകും. അതിന് അനന്തരഫലം നിന്റെ പാണ്ഡികശാലകൾ ശൂന്യമായിരിക്കും. നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ അവൻ എല്ലാം ശൂന്യതയിലേക്ക് പോകും. ഇന്ന് രാത്രി ശൂന്യതയിലേക്ക് പോകാൻ ദൈവം ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി കിളുർത്ത് നിങ്ങളുടെ പാണ്ഡികശാലകൾ, നിങ്ങളുടെ വിത്ത് ശേഖരിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ വിളവ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഹൗസസ് ഫുള്ളായിരിക്കാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് രാത്രി അത് കിളിർക്കണമെന്ന് കട്ട ഉടയ്ക്കണം. പരിശുദ്ധാത്മാ പറയുന്നു. അടുത്തതായി ഹോശേയ പ്രവചനം 10:12 വായിച്ചാട്ട്. ഹോശേയ പ്രവചനം 10:12. അതുകൊണ്ട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. Sow to yourselves in righteousness. നീതി വിതയ്ക്കണം. Reap in mercy. Break up your fallow ground. ഇതൊക്കെ അപ്പം കരുണ കൊയ്യാൻ നീതി വിതയ്ക്കണം. പക്ഷെ ഒരു കാര്യം, തരിശു നിലങ്ങളെ എന്ത് ചെയ്യണം? തരിശായി കിടക്കുന്ന നിങ്ങളുടെ ഹൃദയമാകുന്ന നിലം ഇന്ന് രാത്രി ഉഴുതു മറിക്കണം. അടുത്തത്, For it is time to seek the Lord. കാരണം യഹോവയെ അന്വേഷിക്കാനുള്ള കാലം. അപ്പോൾ വായിച്ചോ. Till he come and bring righteousness upon you. അവൻ നിന്റെ മേൽ നീതി വർഷിപ്പിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് തരിശു നിലങ്ങളെ ഉഴുതിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവൻ നിന്റെ മേൽ ആ നീതിയെ, കാരണം ഇനി 65 സങ്കീർത്തനത്തിൽ അവിടെ പറയുന്നു, 10 വാക്യത്തിലേക്ക് പോകാം. അതിന് മുമ്പത്തെ വാക്യം പറയുക, യഹോവയുടെ നദിയിൽ ധാരാളം വെള്ളം നിറഞ്ഞിരിക്കുക. അവൻ സ്വന്തം ചെയ്യുന്നു. വായിച്ചോ. 65 സങ്കീർത്തനം 10-ാമത്തെ വാക്യം. Thou waterest the bridges thereof abundantly. Thou settlest the furrows thereof. Thou makest soft the showers. Thou blessest the springing thereof. മലയാളത്തിൽ നിന്ന് വായിച്ചാട്ട്. ഉടൽച്ചാലുകൾ എന്നറിയാം. നനയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കർഷകൻ ഉഴുമ്പോൾ വെള്ളം അതാത് സ്ഥലങ്ങളിൽ കണ്ടത്തിലെത്തേണ്ടതിന് നമ്മള് പാത്തികൾ വെട്ടി ഫറോസ് വെട്ടി വെള്ളം തിരിച്ചു വിടും. സ്വപ്നം ചെയ്യുന്നു. എന്നാൽ അതിലെ ഫറോസിനെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നവൻ ദൈവമാണ്. കാരണം അതിന് മുമ്പത്തെ വാക്യം പറയാ, ദൈവത്തിന്റെ നദിയിൽ ധാരാളം പരിശുദ്ധാത്മാവിന്റെ വലിയ ഷവർ നിന്നെ മേൽ അയക്കാൻ. കുഞ്ഞെ, ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുന്ന എന്റെ ദൈവത്തിന് എന്താ? പരിശുദ്ധാത്മാവ് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ ശൂന്യതകളെ മാറ്റാൻ, കുറവായിട്ടുള്ളതൊക്കെയും നിന്നിൽ നിർമ്മിക്കാൻ ഈ ഹോളി സ്പിരിറ്റിന് കഴിയും. ദൈവമാത്മാവ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കാത്ത മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മനുഷ്യൻ വേണ്ട. ഇനി ബൈബിൾ പറയുമ്പോൾ ഈശോനാഥൻ പറഞ്ഞു, നിങ്ങളെ കളവായിട്ട് എന്റെ നാമനിമിത്തം കോടതികളിലൊക്കെ കൊണ്ട് നിർത്തുന്നു. അവിടെ എന്തോ പറയണമെന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട. തക്ക സമയത്ത് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാദിക്കുന്ന പരിശുദ്ധ. ഞാൻ പറയുമ്പോൾ വചനം വൃതാവിലല്ല, നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങളുടെ ബന്ധത്തിൽ വചനത്തെ ആക്ടിവേറ്റ് ചെയ്താറുണ്ടല്ലോ.
അത്യത്ഭുതം. ആ പരിശുദ്ധാത്മാവ് തന്നെ വന്ന് ഒരു വക്കീല് പോലും നിനക്കില്ലെങ്കിൽ നിന്റെ നാവിൽ കൂടി നിനക്ക് തന്നെ വേണ്ടി വാദിക്കത്തക്കവണ്ണം ഞാനും പക്ഷെ നീ ഏൽപ്പിച്ചു കൊടുക്കണം, നീ സറണ്ടർ ചെയ്യണം, ദൈവനത്തിന് നീ സമർപ്പിക്കണം. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിപ്പിക്കത്തക്കവണ്ണം അവൻ കുത്തുകൊണ്ടവർ ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ ആത്മാവിനെ പ്രാപിപ്പാൻ? ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാമോദിസ ഏൽക്കണം. മാനസാന്തരപ്പെടാത്തവന് മാമോദിസ ഇല്ല. മാനസാന്തരമാണ്. മാനസാന്തരപ്പെടുന്നവനാണ് വചനം കൈക്കൊള്ളണം. ഈശോ എന്ത് നമുക്ക് വേണ്ടി അനുഷ്ഠിച്ചുവെന്നും നാം പാപിയായതിനാൽ പരിഹാരം വേണമെന്നും തിരിച്ചറിയണം. എന്നിട്ട് പറയണം, എന്നെ രക്ഷിക്കണം, എനിക്ക് രക്ഷ വേണമെന്ന് വാഗൊണ്ടേറ്റ് പറയണം. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്കാണ് മാമോദിസ. അവൻ സ്വന്തം അങ്ങനെ മാമോദിസ കേൾക്കണം. എന്നാൽ ഈ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്കും ഒന്നാണ്. ചില പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ നിന്ന് പോയിട്ടില്ല, ഇന്ന് രാത്രി നീ സീക്ക് ചെയ്താൽ ആത്മാവിന്റെ അത്യന്ത ബലം നീ അനുഭവിച്ചറിയും. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സഹോദര സഹോദരി നിനക്ക് വേണ്ടി ചെയ്തെടുക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ തലമുറകളുടെ ഫേസ് മാറ്റും, അവരുടെ സ്വഭാവം മാറ്റും, നിന്നെ തന്നെ മാറ്റും, നിന്നെ തന്നെ ആൾമാറിയവനാക്കും. അന്ന് അവൻ സ്വപ്നം അവന്റെ വാക്ക് കൊണ്ട് കൈക്കൊണ്ടവരെ എത്ര പേര് മാമോദിസയേറ്റു? 1000 പേര്. മാമോദിസയേറ്റ് സഭയോട് അമേൻ സ്വന്തം. ഞാന് നേരത്തെ ഓർത്തഡോക്സുകാരൻ സന്ദർശനം പഠിച്ചപ്പോൾ സഭ പഴയ നിയമസഭയെ കുറിച്ച് പറഞ്ഞു. പക്ഷെ പുതിയ നിയമസഭയില് സഭയോട് ചേർന്നു എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് അവിടെയുണ്ട്. സഭയോട് ചേർന്നു എപ്പോഴാണ്? വിശ്വസിച്ച് രക്ഷകനായി ഏറ്റു പറഞ്ഞിട്ട് കർത്താവിനോട് ചേർന്നപ്പോൾ. ഇനി ചേർന്നൊരു ഭാഗമുണ്ട്, സ്നാനമേറ്റു മോശയോട് ചേർന്നു. അതും എവിടെ പറയുന്നുണ്ട്? അവൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറഞ്ഞു. മടങ്ങി വരട്ടെ, അവൻ സ്വന്തം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നനവ് ദൈവം തരാൻ വിശ്വസ്തന. അവന്റെ നദിയിൽ ധാരാളം വെള്ളമുണ്ട്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഫറോസ് ആ പാത്തികളെ നനച്ചിട്ട് വെള്ളം എത്തേണ്ടടുത്ത് എത്തിക്കും. പക്ഷെ വെള്ളം എത്തിയാൽ കട്ടയായിട്ട് കിടക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, വെള്ളം പിടിച്ച് കട്ട അവിടെ കിടന്നാല് വിത്ത് വരുമ്പോ വിത്തിനെ മൂടിക്കിടക്കാത്ത നനവോടെ കിടക്കാതെ വരുന്നുണ്ട്. വിത്തടേ കിടന്ന് അട്ടു പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ വായിച്ചോണ്ട് ഞാൻ എന്റെ വിചാരത്തിലിരുന്നത് ഞാൻ നന്നാകണം, ഞാൻ നന്നാക്കണം, ഞാൻ അങ്ങനെ മണി വാക്യം വന്നത് വായിച്ചാട്ട് മലയാളത്തിൽ വായിച്ചാട്ട് നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു. ഓ ആരാ? നീ അതിന്റെ കട്ട മനുഷ്യനും ഉടയ്ക്കണം. അതിലൂടെ ദൈവവും കട്ട എന്ത് ചെയ്യും? ഇച്ഛിക്കുന്നവനാലുമല്ല, കാരണം തോന്നുന്ന ദൈവത്താൽ. ഇന്ന് രാത്രി അവൻ ഞാൻ ദിവസത്തിലേക്ക് ഓടിച്ചു പപ്പ മറഞ്ഞിരിക്കുന്ന ഒത്തിരി ഭാവങ്ങൾ. കാരണം ഞാൻ എപ്പോഴും എല്ലാ മനുഷ്യരും ആർഗ്യുമെന്റ് പ്രൂഫാണ്. എനിക്ക് നിങ്ങളോട് തർക്കിച്ച് നിങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് വന്നു, അവരൊക്കെ തർക്കിക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് പകൽക്കാലം അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ ഒരു കുറ്റം ഒരാളെ കൊണ്ട് കാണിച്ചാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുവോ? ഇല്ല. അജോട് ചോദിച്ചാൽ മതി. ഏറ്റവും നല്ല കളിക്കാൻ വിട്ടുകൊടുക്കാൻ ഒരു വ്യക്തിയല്ല ഞാൻ. അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസമായ ഏതൊരു വ്യക്തിയും. എന്നാൽ ബൈബിൾ പറയുമ്പോൾ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്തിനാ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലെ കട്ടകളെ ഉടയ്ക്കാൻ? കാരണം നീ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്നെ ഒറ്റയ്ക്ക് തെറ്റുകളെ കാണിക്കാൻ ആർക്കേ പറ്റുള്ളൂ. നിന്നെ ഉടയ്ക്കാൻ അവിടെയാണ് മാനസാന്തരം, രൂപാന്തരം. കുറവുകളെ കണ്ടിട്ട് അയ്യോ തെറ്റിപ്പോയപ്പാ നിലവിളിപ്പിക്കാൻ ദൈവത്തിന്റെ കൃപ. അപരാധന നീ അതിന്റെ കട്ടകളെ ഉടച്ച് നിരത്തുന്നു. അടുത്തെന്തോ? നീ അതിലെ മുളയെ അനുഗ്രഹിക്കുന്നു. ഗ്രോത്ത്, വളർച്ചയിൽ ദൈവത്തിന് അനുഗ്രഹം. ഇതൊരു അതുകൊണ്ട് ജോയിന്റ് വെഞ്ചർ ആകട്ടോ നിന്നെ കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ബൈബിൾ പറയുമ്പോൾ പൗലോസ് തിരിച്ചു പറയാ അവൻ വിതയ്ക്കുന്നവനാലുമല്ല, അല്ല നടുന്നവനാലുമല്ല, വളരുമാറാക്കുന്നവൻ അല്ലെ. അതാ വാക്യം ഓർക്കുന്നുണ്ടായിരിക്കും. നടുന്നവൻ ഏതുമില്ല, ഇന്ന് പകൽക്കാലം ജോയിന്റ് വെഞ്ചറാണ്. വളരുമാറാക്കുന്ന ആരാന്നറിയാമോ? അപ്പോൾ ഓർത്തോണം, കർത്താവേ ഞാൻ നന്നായി, ഞാൻ ശരിയായി, ഞാൻ വിശുദ്ധ. അത് നിന്റെ സ്വയപ്പുകഴ്ചയാ. പുകഴ്ച, പ്രൈഡ്, അഹങ്കാരം, അവിടെ വീഴ്ചയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നീ ഒരുക്കിക്കോ. കർത്താവ് എന്റെ കൂടെ ചേർന്നുവാ. എനിക്കറിയാൻ വയ്യാത്ത ഒത്തിരി ഉണ്ട്. ചിലത് ഞാൻ ആത്മീയ നിലകളത്തിലായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം നികളിലൂടെ എന്ത് ചെയ്യുന്നു?
സൗന്ദര്യമുള്ളവർക്കോ അവൻ ധാരാളം കൃപ നൽകുന്നു. ഇന്ന് രാത്രികാലം മൊത്തം ഈശ്വരി മർമ്മങ്ങളാണ് ആത്മീയ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമുക്ക് ഇന്ന് രാത്രികാലം അടുത്തതായിട്ട് യശയാപ്രവചനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. യശയാപ്രവചനം 22-ാം അധ്യായം ചോദിക്കുക, എന്നും ഒരു കർഷകൻ ഉഴുതുമറിച്ച് കട്ട ഉടച്ചുകൊണ്ടിരിക്കുകയാണോ? കട്ട വിതയ്ക്കൂടെ ചെയ്യണം. വിതച്ചു. അപ്പം അവൻ കരിഞ്ജീരകം വിതയ്ക്കുന്നു, ജീരകം വിതയ്ക്കുന്നു, ഗോതമ്പും ഇളഗോതമ്പും വിതയ്ക്കുന്നു. ദൈവം അതിന് വർധനവ് കൊടുക്കുന്നു. യശയാപ്രവചനത്തിൽ പറയുന്നുണ്ട്. അവൻ അതുകൊണ്ട് ഒരു കാര്യം കൂടി അവൻ പറഞ്ഞു. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 15-ാം വാക്യത്തില് യേശു നമ്മളോട് അത് കണക്ട് ചെയ്തു. എന്താണ് ആ നിലം? എന്താണ് ആ തരിശു നിലം? നമ്മുടെ ഹൃദയം. അവൻ സ്വന്തം അവിടെ 30, 60, 100 മേനി. അതൊന്ന് വായിക്കാമോ? 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ആ ഗുണമുള്ള കട്ട ഉടച്ച നനമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമ ദൈവത്തെ കാത്തിരിക്കാൻ ഒരു മനസ്സ്, എടുത്തുചാട്ടമില്ലായ്മ, ക്ഷമയോടെ കാത്തിരുന്ന് ഫലം കൊടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു? കാണിക്കുന്ന ആ വിതയ്ക്കാനുള്ള ആ ഉപമയില് ഈശോ മിശിഹ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. 30, 60, 100 മേനി വിള തന്ന ഭൂമി എന്ന് പറയുന്നത് ആ ഒരുക്കപ്പെട്ട കട്ടയുടച്ച് നിരത്തിയ തരിശുനിലം ഉഴുതുമറിച്ച് സകല കട്ടകൾ, അതായത് വിത്തിനെ അട്ടുപോകുമാറാക്കുന്ന കട്ടകളെ ഉടച്ച് നിരത്തി റെഡിയായി ആത്മനനവോടുകൂടി 30, 60, 100 മേനി ഫലം കൊടുത്ത ആമേൻ സ്തോത്രം ചെയ്യുന്നു ഹൃദയം. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ, കർത്താവേ എന്റെ ഹൃദയത്തെ ഒന്ന് മാറ്റണേ. ഇന്ന് രാത്രി ഒന്ന് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും. ഒപ്പം അങ്ങ് എന്നോട് കൂടെ കരം പിടിക്കണേ. ഇന്ന് പകൽക്കാലം താൻ പാദ്യ ദൈവം പാദ്യം എന്നുള്ള പരിപാടിയല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ നീ എഫർട്ട് എടുക്കണം. കൂടെ ദൈവം കൂടെ വന്ന് സഭ ദൈവത്തെ കൂടെ വിളിക്കണം. പറയുക, കർത്താവേ എന്റെ സ്വയം നീതീകരണം കൊണ്ട്, എന്റെ സ്വയം വിശുദ്ധി കൊണ്ട് കാര്യം നടക്കില്ല. മറഞ്ഞു കിടക്കുന്ന ഒത്തിരി തെറ്റുകളെ എന്നെ കാണിച്ചെന്നെ കറക്റ്റ് ആക്കണമേ എന്ന് പഠിക്കണം. അപ്പം ഞങ്ങൾ സമയം കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിച്ചു. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞായറാഴ്ച ഞങ്ങൾ ഒരു ക്യാരക്ടറെ പരിചയപ്പെടുത്തി. യോസഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യോസഫിന് ഒരു വാഗ്ദത്ത വചനം കിട്ടി. എങ്ങനെയാ കിട്ടിയെന്നറിയാമോ? സ്വപ്നത്തിൽ കൂടി ആ വചനം കിട്ടി. പക്ഷെ നിവൃത്തിയായോ? ഇല്ല. അമേശ്വരം അവിടെ കൂടെ ഞങ്ങൾ യോസഫിനെ ചില വഴികളിൽ കൂടി ദൈവം വിട്ട് ആ ഹൃദയത്തിലെ പല കട്ടകളെയും ഉടച്ചുടച്ച്. പക്ഷെ അവിടെ എല്ലാം പറയുന്നുണ്ട് യഹോവ അവനോട് കൂടെ. ഇതൊരു ജോയിന്റ് വെഞ്ചറാണ്. ഇല്ലായിരുന്നെങ്കിൽ യോസഫിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയിനി, കയ്പിനാൽ നിറഞ്ഞു പോയിനി, എല്ലാവരോടും പകയും വിദ്വേഷമായി പോയി. അവിടെയാ ദൈവത്തിന്റെ പ്രസൻസ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തകർച്ചകൾ വന്നപ്പോൾ ഇന്നും പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നതിൽ കാരണം എന്താണെന്നറിയാമോ? യഹോവ നിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ശുഭപരകസ്യ ഇന്നും ദൈവം നല്ലവനാന്ന് പറയാൻ കഴിയുന്നെങ്കിൽ യഹോവ നിന്റെ കൂടെ ഇരുന്നുകൊണ്ട്. ഞങ്ങൾ അവിടെ കണ്ടു. സമയം അങ്ങോട്ട് പോകുന്നില്ല. അവൻ സ്വപ്നം ചെയ്യുന്നു. അവസാനം അവൻ ദൈവം അവനെ ഉയർത്തുമാറാക്കിയപ്പോൾ അവൻ ഫറവോൻ അവനെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവൻ ആ സ്വപ്നങ്ങളുടെ അർത്ഥങ്ങളൊക്കെ അന്നേരം അഹങ്കാരത്തോടുള്ള പറയുന്നു. അവൻ താഴ്മ, ക്ഷമ പഠിച്ചു. അവൻ സ്വന്തം അവനെ കൃപകൾ ദൈവം ഈ കഷ്ടങ്ങളുടെ മധ്യത്തിലാണ് ഓർത്തോണം കൃപകൾ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ആരും കഷ്ടങ്ങളെ തുച്ഛീകരിക്കരുത്, പുച്ഛിക്കരുത്. നിന്റെ വേദനകളുടെയും തകർച്ചകളുടെയും മധ്യത്തിൽ ആ ദൈവം നിനക്ക് കൃപാവരങ്ങളെ തരുന്നത്. ഇന്നു രാത്രി നിന്റെ വേദനകൾ, പ്രിയ സഹോദര സഹോദരി, നിന്റെ അനുഗ്രഹമാകാം. ഇന്ന് രാത്രി അതുകൊണ്ട് നിന്റെ ഉടഞ്ഞ അവസ്ഥകള് ദൈവത്തെ കണ്ടെത്താൻ ഒരു വഴിയാകാം. പക്ഷെ ഇന്ന് രാത്രികാലം അവൻ അടുത്തിരിക്കുന്ന സമയത്ത് അവനെ അന്വേഷിക്ക്. അവൻ സ്വന്തം നാളെ നിനക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ല. അവൻ സ്വന്തം യോസഫ് അവൻ ദൈവത്തെ അന്വേഷിച്ചു. നോക്കൂ, പാപം ചെയ്യാൻ അവസരം വന്നപ്പോൾ ആ കട്ടകളെ ഉടച്ചു നിരത്തി അവൻ പറയുക, അവൻ എന്റെ ജഡത്തിന്റെ മോഹത്തിന് ഞാൻ എങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഒന്നിനും ആ പാപം ചെയ്യാനിടയായില്ല. കാരാഗ്രഹത്തിൽ പോയി വീഴുമ്പോഴും അവൻ അതിനാ സങ്കീർത്തനം 81 തോന്നുന്നു. അവൻ ഇത് യോസഫിനൊരു സാക്ഷ്യം അല്ലേ? മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ യോസഫിന്റെ വായിൽ ഒരു സാക്ഷി. എന്തുവാ? അവൻ ഉത്സവ ദിവസമായ പൗർണമാസിയിലും അമാവാസിയിലും കാഹളം ഊതണം. ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. തകർച്ചകൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അവൻ എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയല്ല. വേദനകളുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ അവൻ ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ
ദൈവത്തിനെ ആരാധിച്ചപ്പോൾ ബൈബിൾ പറയാം അവന്റെ കൈകൾ കൊട്ട വിട്ട് ഭാരം മാറി ഭാരം മാറി ഭാരം മാറി അവൻ ആരാധിക്കാൻ തുടങ്ങി. അവൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ യോസഫ് സർവൈവ് ചെയ്തേനെയും? ഒരിക്കലും സർവൈവ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. അപ്പന്റെ സ്നേഹം അനുഭവിച്ച് വളർന്നവനാ, അപ്പന്റെ ഏറ്റവും നല്ല കുപ്പായം ഇട്ട് വളർന്നവനാ, അപ്പൻ കൊടുത്ത ചെരുപ്പും ഇട്ടുകൊണ്ട് നടന്നതാ. അതെല്ലാം ആ സ്വന്തം രക്തബന്ധങ്ങൾ വലിച്ചു കീറി അവനെ ചതിച്ച് അവന്റെ അനുഗ്രഹങ്ങളെല്ലാം പിഴുതുപറിച്ച് അവനെ പൊട്ടക്കുഴിയിലിട്ടിട്ട് അവിടുന്ന് എടുത്ത് അവനെ വിൽക്കുന്നത്. ഒരു ചെരുപ്പമില്ലാതെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൂടി ഒട്ടങ്ങളുടെ പുറകെ അവനെ വലിച്ചൊഴിച്ചുകൊണ്ട് പോകുമ്പോൾ മുതുകത്തവര് അവൻ ചുട്ടുപഴുത്ത അവൻ സ്വന്തം കമ്പി കൊണ്ട് അവന്റെ സീലടിച്ചിട്ട് പോകുമ്പോൾ പ്രാണവേദനയിൽ നടക്കുമ്പോൾ ഇതുവരെയും അപ്പന്റെ സ്നേഹമുള്ള ഭവനത്തിൽ നിന്ന് പുറത്തവൻ പോയിട്ടില്ല. ശുഡമനകൾ കടരകസിയ ഹല്ലേലൂയ. അവൻ എന്നാൽ സമയമായപ്പോൾ ദൈവനെ ഉയർത്തി പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെല്ലാം മധ്യത്തിൽ വേദനയുടെ മധ്യത്തിൽ കൃപാവരങ്ങൾ അവനെ വർദ്ധിച്ചു. അവൻ നേരത്തെ സ്വപ്നം കാണത്തേ ഉള്ളായിരുന്നു, ഇപ്പൊ സ്വപ്നം കാണുന്നതിന്റെ അർത്ഥം കൂടെ പറയാനുള്ള ഇന്ന് പകൽക്കാലം അതാ സ്പിരിച്വൽ ഗ്രോത്ത്. അവൻ നിന്റെ വേദനകൾ നിന്റെ തകർച്ചകൾ നിന്നെ വളർത്താനുള്ള വഴിയാ. പക്ഷെ ഒരു കാര്യം, കട്ട ഉടച്ച് നീ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അവൻ സ്വന്തം നേരായിട്ട് വളരുന്ന പോലെ നേരെ താഴോട്ട് വളരും. അവൻ ദൈവത്തെ നീ പഴി പറയും, ദൈവത്തെ കുറ്റം പറയും, പിന്നെ ആരാധിപ്പാനുള്ള സന്തോഷമില്ലാത്തവനായി തീരും. മടങ്ങി വരട്ടെ പുറത്തു വന്നപ്പോൾ ഫറവോട് പറയുമ്പോൾ ഞാൻ പറയാമെന്നല്ല പറയുന്നത്, അവന്റെ എഴുത്തുകാട്ടൊന്നുമില്ല, ദൈവം ഫറവോന് പറഞ്ഞു തരും. എന്നിട്ട് പറഞ്ഞു, അവൻ അർത്ഥമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, രാജാവ് തന്നെ കഴിവുള്ള ഒരാളെ ആക്കാൻ പറയുമ്പോൾ രാജാവ് പറയുക, അവൻ ഇവനെ പോലെ ആത്മാവുള്ളവനെ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ക്ഷാമം വന്നപ്പോൾ വീണ്ടും 7 വർഷം നല്ല വിളവ് വന്നു. അന്നേരം ഒന്നും അപ്പനും അമ്മയും ഓർത്തോണം, സ്വപ്നം എത്ര വർഷം മുമ്പാ ഓർത്തോ. അവൻ തന്റെ കറ്റയെ മറ്റ് 11 കറ്റകൾ വീണ് നമസ്കരിക്കുന്ന വചനം, സ്വപ്നം, ദർശനം കർത്താവ് കൊടുത്തു. അവൻ സൂര്യനും ചന്ദ്രനും അവൻ നക്ഷത്രങ്ങളും എന്ത് ചെയ്യുന്നു? തന്നെ നമസ്കരിക്കുന്ന ദർശനം. നിറവേർന്ന് എത്ര നാൾ കഴിഞ്ഞാൽ ഓർത്തോണം. ഇന്ന് രാത്രികാലം കട്ട ഉടച്ചു നിരത്തി നിന്റെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്താൽ തക്ക സമയത്ത് ദൈവത്തിന്റെ വചനം നിനക്ക് നിവർത്തിയാകും. അതുകൊണ്ട് ഹബക്കൂക്ക് പറയുന്നത് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും അതിനായി കാത്തിരിക്കാതെ വരും നിശ്ചയം. ഇന്ന് നമുക്ക് പെട്ടെന്ന് അവൻ ഷൗലിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷൗലിനെ കുറിച്ചല്ലേ ചിന്തിച്ച്. ഷൗൽ എന്തോ പറ്റി? ദൈവം ആ ജോയിന്റ്മെന്റ് നമ്മളോട് കൂടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു 1 ശമൂവേൽ പുസ്തകം 10:1 ഒന്ന് വായിച്ചായിട്ട് 10:1. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചവനെ ചുംബിച്ചു പറഞ്ഞത്, നോക്കൂ, അവന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വീണു. അവന് സ്നേഹത്തിന്റെ ചുമനം കിട്ടി. അവൻ സ്വന്തം തിന്നങ്ങോട്ട് പോകുമ്പോൾ, അവനെ വിട്ടു പോകുമ്പോൾ പുതിയൊരു ഹൃദയം കർത്താവ് അവന് കൊടുത്തു. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേല്, സമയമില്ലാത്തോടെ വായിപ്പിക്കാത്തത്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പ്രവചനപരം അവന് ഒരു ചൊല്ലുവര നാട്ടിലുണ്ടായി. ശൗലുണ്ടോ എന്തുപറ്റി? കാരണം ദൈവം ചെയ്തതെല്ലാം കൂടെ നിന്ന് ചെയ്തവനെ ഉയർത്തുമ്പോൾ, ദൈവനെ അനുഗ്രഹിച്ച ദൈവത്തിന് വഴികളിലേക്ക് നടത്തിയപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിലെ കട്ടകൾ ചെറുടച്ചു നിരത്താൻ അവൻ പരാജയപ്പെട്ടു പോയി. എന്താണ് ആ കട്ടകൾ? നമുക്ക് പെട്ടെന്ന് നോക്കാം. അമേൻ സ്വതം അഹന്തയുടെ ക്ലോത്ത്സ്, അഹങ്കാരത്തിന്റെ കട്ടകൾ. ഒന്നെടുത്തോ അമേൻ സ്വതം ചെയ്യുന്നു, തന്നെത്താൻ ഉയർത്തുന്ന, ദൈവസമയത്തിന് വേണ്ടി തന്നെത്താൻ ഉയർത്തുന്ന ഒരു സ്വഭാവം. 1 ശമൂവേൽ 13:8 മുതൽ 14 വരെ പെട്ടെന്ന് കൂടി വായിക്കാമോ? ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിലെത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗോ സമാധാനയാഗോ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റിയെന്നു. നീ ചെയ്തത് എന്താ എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നുവെന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങനെ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ
നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കിയിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ശൗലിനൊരു ദൈവം അനുഗ്രഹിച്ചു. ഇതിനു മുമ്പ് ഒരു യുദ്ധമൊക്കെ ജയിച്ചു. പുള്ളിയുടെ മേൽ ആത്മാവ് വന്നു. പുള്ളി പോയി തന്നെ പ്രൂവ് ചെയ്തു. ജനമെല്ലാം വീണ്ടും ഒരുമിച്ച് കൂടി അവരുടെ രാജ്യത്വം എന്ത് ചെയ്തു? ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രാജാവാണ്, എന്നെ വിട്ടാരും എന്ത് ചെയ്യരുത് ചെതറി. ഇന്നത്തെ സഭകളിലെയൊക്കെ രാഷ്ട്രീയതല്ലേ, ആള് വിട്ടു പോകാതിരിക്കാൻ എന്തു കാര്യവും ചെയ്യും. കൃപ തന്നത്, ശുശ്രൂഷ തന്നത് ദൈവമാണെന്നുള്ള അറിവ് വിട്ടിട്ട് ഏത് പൊളിറ്റിക്സും ഏത് തെറ്റും ചെയ്യാൻ ഒരു മനസാക്ഷി കുത്തും കൂടാതെ അഭിഷിക്തരായവർ, ദൈവം ശുശ്രൂഷയിലാക്കിയവർ, ഇന്ന് രാത്രി ഏത് അഭിഷിക്തന്റെ കാര്യം, നീ ഏത് രാജാവായിക്കോട്ടെ, കൊമ്പത്തെ നാം നോക്കുമ്പോൾ ദൈവം അവനെ ഏൽപ്പിച്ചിട്ടില്ലാത്ത റോള് പറയാ, കൊണ്ടുവാ ഹോമയാഗത്തിന്റെ. പുള്ളി പറയുന്നു, ദൈവത്തോട് കൃപ ചോദിക്കാനായി കാണിക്കുന്നേ അല്ലേ? ഞാൻ ദൈവത്തോട് കൃപ ചോദിക്കുക. ഇന്ന് രാത്രികാലം പരിശുദ്ധ മർമ്മങ്ങളെ ചോദിച്ചു. ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ശ്രമിക്കാനല്ല, പറഞ്ഞു വിടുക. ഇന്ന് രാത്രികാലം ഓർത്തോണം, ഭക്തന്മാരെ, വിശുദ്ധന്മാരെ, ദൈവനാമം പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്സ് കളിക്കുന്നവരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്നെ ശുശ്രൂഷയിലാക്കിയ ദൈവത്തിന്റെ കൃപയാണ്. നിയോഗ്യനായിട്ടല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുറുമരത്തിൽ ചതച്ചതുകൊണ്ട്, അല്ലാതെ ദൈവസന്നിധിയിൽ 7 അയൽവക്കത്ത് പോലും വരാൻ ഒരു യോഗ്യതയില്ല. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ് നിങ്ങളും. ഇന്നും ഇസ്രായേലിലെ ദേവാലയത്തിൽ ചെന്നാൽ സിനഗോഗിൽ നിന്ന് അതിനെ പുറത്തു നിർത്തത്തേ ഉള്ളൂ. നീ ജാതിയ ഇസ്രായേൽ പൗരതയോട് സംബന്ധവും ഇല്ലാത്തടത്ത് നിന്നെ, കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവിനോട് വെട്ടി ഒട്ടിച്ചപ്പോൾ നിന്റെ കഴിവും നിന്റെ പത്രാസും കൊണ്ട് ശുശ്രൂഷ നിർത്താൻ നോക്കുന്നോ? നിന്റെ രാജ്യത്വം നിന്റെ ദൈവം. നീ എത്ര വലിയ കൃപയുള്ള മാസാണ്. സമയമില്ല, പറഞ്ഞു പോകട്ടെ. അവന്റെ അതോറിറ്റി, രാജ്യത്വത്തില് അവൻ ദൈവനെ ആക്കിയ അതോറിറ്റി അവൻ നഷ്ടപ്പെട്ടു. ദൈവം അവന്റെ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ പുറകെ കീഴെ വിളിക്കാൻ പുറകെ ചിങ്കിടികൾ കാണും, നിന്റെ പൈസ കൊണ്ടും നിന്റെ അവൻ കഴിവ് കൊണ്ടും. പക്ഷെ ദൈവം നിന്നെ എഴുതി തള്ളി. അവൻ മടങ്ങി വരട്ടെ. താഴോട്ട് പോകുമ്പോൾ അവൻ സ്വപ്നം ചെയ്യുന്നു. അവിടെ അവന്റെ കട്ടയെന്ന് പറയുന്നത്, എനിക്ക് ദൈവത്തെക്കാളെല്ലാം അറിയാം. എന്റെ രാജ്യത്വം ദൈവം തന്നാന്നൊന്നും ഓർക്കുന്നില്ല. കഴുതയെ തേടി പോയിടത്ത് ദൈവം കൊടുത്തൊന്നും ഓർക്കുന്നില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒളിച്ചവനാന്ന് ഓർക്കുന്നില്ല. തന്റെ വഴികൊണ്ട് ദാനമായി കിട്ടിയ ദൈവവിളിയെ, അവസരത്തെ അവൻ അവന്റെ കഴിവ് കൊണ്ട് നിർത്താൻ നോക്കുക. അങ്ങനെ ഒരിക്കലും ആകരുത്. രണ്ടാമത്തേത്, ഭയത്തിന്റെ കട്ട. ജനം ചെതറുന്നു അല്ലേ? ഇന്ന് എന്തുകൊണ്ടാ ഈ സമയം പറഞ്ഞു 55 നാം സ്വപ്നം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആത്മീക ലോകത്തില് പാരവെപ്പും ദുഷ്ടതകളും? ഇവൻ ഇങ്ങോട്ട് പാരവെക്കുന്നു, അവന് കൊണ്ട് അടവെക്കണം. കാരണം എന്താ? നിനക്ക് ദാനമായി കിട്ടിയ ശുശ്രൂഷയെ നീ കാക്കാൻ പോകുന്നുണ്ട്. ഭയം, ഭയം, മനുഷ്യഭയം ഒരു കണിയാണ്. എന്താ? പൊളിറ്റിക്സ് കാരണം ഭയം. അതുകൊണ്ട് എന്തെല്ലാം ദൂഷണം ഒരാളെ കുറിച്ച് പറയാമോ ഒരു ഭയവും ഇല്ല. എന്നിട്ട് അതേപോലെ പോയി ശുശ്രൂഷ നടത്തി പ്രസംഗിക്കുകയും ചെയ്യുക, ഒരു പേടിയില്ല. എന്റെ ദൈവം നിന്റെ രാജ്യത്ത് വേറൊരുത്തനെ കണ്ടു. ക്ഷുടബലഹതനകൾക്കട രഹസ്യ. കാരണം 1 ശമൂവേൽ 15-24 വായിച്ചാട്ടെ. മനുഷ്യഭയം മനുഷ്യനെ പ്രസാദിപ്പിക്കുക. ഇന്ന് സത്യം എത്ര അറിഞ്ഞാലും വചനത്തെ അനുസരിക്കുന്നതിന് പകരം സമൂഹത്തെ അനുസരിക്കുക, ആൾക്കാരെ അനുസരിക്കുക, മനുഷ്യനെ പ്രീതിപ്പെടുത്തുക.
മനുഷ്യഭയം ഒരു കണിയാന്ന് പരിശുദ്ധമ്മ പറയുന്നു. ആമേൻ. ആ കട്ടകൾ വന്ന് നിന്റെ വിത്തട്ട് പോകാൻ ഇടയാകരുതേ. ദൈവം നിനക്ക് വലിയൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഒരനുഗ്രഹം വെച്ച് വായിച്ചോളൂ പെട്ടെന്ന്. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിന്, ഞാൻ ജനത്തെ പേടിച്ച് അവരുടെ വാക്ക് ഇന്ന് രാത്രി ജനത്തെ പേടിച്ച് അവരുടെ വാക്കനുസരിച്ച് സമൂഹത്തെ ഭയപ്പെട്ട് സത്യമനുസരിക്കാതെ പോകുന്നവരെ ശ്രദ്ധിച്ച് കേൾക്ക്. ദൈവം നിന്റെ രാജ്യത്വം എഴുതിക്കൊള്ളും. ഓപ്പർച്യൂണിറ്റിയും അനുഗ്രഹവും നിങ്ങൾക്ക് ഒരുപോലെയാ ലഭിച്ചത്. ദൈവം നിന്റെ കൂടെ ഇറങ്ങി വന്ന് ദാവീദിന് കിട്ടുന്നതിനേക്കാൾ പ്രിവിലേജ് ആർക്ക് കിട്ടിയത്? ശൗലിന് കിട്ടിയത്. ദാവീദിനാണെങ്കിൽ അഭിഷേകം ചെയ്തിട്ടും പുള്ളിക്കാരൻ എന്തുവായിരുന്നു? പുള്ളിക്കാരന് ആടിനെയും മേയിച്ചുകൊണ്ട് മറ്റുള്ളവർ അവനവൻ അധികാരം നടത്തിക്കൊണ്ടിരുന്നത്. എത്ര വർഷത്തിന് ശേഷം രാജാവായത്. എന്നാൽ ഈ പുള്ളിക്കാരനോ കഴിഞ്ഞ തേടി പോയപ്പോ തന്നെ ദൈവം കൃപ കൊടുത്തു, അഭിഷേകം കൊടുത്തു, പ്രവചനവരം കൊടുത്തു. പുള്ളിക്കാരനെ എന്ത് ചെയ്തു? വീട്ടിൽ പോയി ഒളിഞ്ഞിരുന്നിടത്തുനിന്ന് സ്റ്റോർ ഹൗസിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് എന്ത് ചെയ്തു? എന്തു കൃപയാ ദൈവം ശൗലിന് കൊടുത്തേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരിക്കൽ കിട്ടിയ കൃപകൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപണം വേറെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ നാം തന്നെ കാലുകൊണ്ട് പുറംകാലുകൊണ്ട് അതിന് എന്ത് ചെയ്യുക? തൊഴിച്ചു കളയുക. കട്ടകളുടെ ഇടയിൽ കടന്ന് തട്ടുപോവുക. പരിശുദ്ധം പറയുന്നു, ഈ കട്ട ഉടച്ചു നിരക്ക്. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് വേണ്ടി കിളിർക്കട്ടെ. പിശാചിന്റെ അനുഗ്രഹത്തെ അവൻ തകർത്ത് കളയാൻ സമ്മതിക്കരുത്. പരിശുദ്ധമ്മ പറയുന്നു. അവൻ അടുത്തതായിട്ട് നോക്കണം. അവൻ ഒരു കാര്യം, ദൈവത്തെ റിജക്ട് ചെയ്താൽ ഓർത്തോണം. അവൻ സ്വന്തം നിന്റെ പ്രാവചനികമായ പുതപ്പ് നിനക്ക് നഷ്ടപ്പെടും. ദൈവം നിനക്ക് തന്നിരിക്കുന്ന പുതപ്പ് നഷ്ടപ്പെടും. ദൈവം നിനക്ക് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. ആമേൻ സ്വന്തം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. അടുത്ത ക്ലോഡ് ഓഫ് റെബല്യൻ. ആമേൻ സ്വന്തം. മറുതലിപ്പിന്റെ ആ കട്ട, അത് മറന്നിരിക്കുന്നത് സാക്രിഫൈസ് എന്നുള്ള രീതിയിലായിരിക്കുന്നത്. എന്റെ അർത്ഥം പറയാം. ചെയ്യുന്നതല്ല ദൈവത്തിന്. ഞാൻ ശ്രദ്ധിച്ചോട്ടെ, വായിക്കും. ബാക്കി ഒന്ന് വായിച്ചാട്ട് 1 ശമൂവേൽ 15:22-23 വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ. അതിനു മുമ്പ് ഒരു വാക്യം ഒന്ന് വായിച്ചാട്ട്, ഞാൻ ഈ പറഞ്ഞതെല്ലാം ചെയ്തു എന്ന് പറയുന്ന ഒരു വാക്യമില്ല, ഒന്ന് വായിച്ചേ. എത്താന്റെ വാക്ക് 20 ഒന്ന് വായിച്ചോ. ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ ഈ പറഞ്ഞതെല്ലാം ചെയ്തു എന്നാ പുള്ളി പറയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തു അല്ലേ? അപ്പോൾ അത് ഒരു യാഗത്തിന്റെ അടുക്ക മറന്നു കിടക്കും. ഞാൻ ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു അല്ലേ? മതഭക്തി ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. പക്ഷെ ചെയ്തത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് വായിച്ചു. അപ്പോൾ 15:22-23 വാക്യങ്ങൾ. അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും. ദൈവം ചോദിക്കുക, നിന്റെ മതഭക്തി, നീ പള്ളിയിൽ പോകുന്നത്, നീ പ്രസംഗിക്കുന്നത്, നീ സിറ്റി യൂട്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, നഴ്സിംഗ് ഹോം നടത്തുന്നത് എന്റെ വാക്കനുസരിക്കുന്നത് പോലെ പ്രധാനമാകുമോ? നീ നോമ്പ് നോക്കുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടാനുവാഴ്ച ആചരിക്കുന്നത്, ഇതുവെല്ലാം ഞാൻ പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നത് തുല്യമാകുമോ? ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ആമേശ്വരം ചെയ്യുന്നു. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് റിലീജിയസ് ആക്ടിവിറ്റി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിചാരിക്കേണ്ട. അതും അവൻ ശൗല് പറഞ്ഞു, ഞാൻ ഇതല്ല, അതൊരു കട്ടയാണ് ഓർത്തോണം. നിന്റെ വിത്തട്ട് പോകാൻ സാധ്യതയുള്ളൊരു കട്ട. പരിശുദ്ധമ്മ പറയുന്നു. ഇനി അടുത്തത് ഭാഗികമായി കൽപ്പന അനുസരിക്കുന്ന ഒരു പരിപാടി അല്ലേ? മൊത്തമായി സകലതിനെ ഉന്മൂലനം ചെയ്യുന്ന ദൈവം പറഞ്ഞു അല്ലേ? എന്നാ പുള്ളി വന്ന് പറയുന്നത്, ഞാൻ ചെയ്തു, ആകാതെ ഇത് ചെയ്തു. അവൻ പിന്നെ ചിലതൊക്കെ നിങ്ങൾ യാഗം കഴിക്കാൻ വേണ്ടി, യാഗം എന്നുള്ളതാണ് ആത്മീയ ഇത് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പാർഷ്യലായിട്ട് ഉള്ള കൽപ്പന മൊത്തം അനുസരിക്കത്തില്ല. അനുസരിച്ചു, അനുസരിച്ചില്ലയോ? അനുസരിച്ചില്ല. ആ ഭാഗികമായി ദൈവകൽപ്പന അനുസരിക്കുന്നത് ഒരു വലിയ കട്ടയാട്ടോ. അതിനിടയിൽ കിടന്ന് നിന്റെ വാഗ്ദത്തത്തിന്റെ വിട്ട് അട്ടുപോകാൻ സാധ്യതയെന്ന് ഓർപ്പിക്കുന്നു. അവൻ അടുത്തത് സമയത്തോട് അവൻ സ്വന്തം അസൂയയാകുന്ന, ഇൻസെക്യൂരിറ്റി ആകുന്ന ക്ലോഡ്. ഇന്നും നല്ല ഞാൻ പറഞ്ഞ ഈ സഭകളിലൊക്കെയും ദേവദാസന്മാർക്കെതിരെ ഓരോ ദേവദാസന്മാർ പ്രവർത്തിക്കുന്നതും അവൻ ഓരോരുത്തരെ കുറിച്ച് ആവശ്യമില്ലാത്ത ദൂഷണങ്ങൾ പറഞ്ഞു വരുന്നതൊക്കെ കാരണം ഇൻസെക്യൂരിറ്റി, അവന്റെ പദവിക്ക് ദോഷം വരുമെന്നുള്ള ഭയം. പിന്നെ അടുത്തതെന്തോ അസൂയ.
ഈ രണ്ടും വലിയ അബദ്ധങ്ങളാണ്. അത് കട്ടകളാ. നിന്റെ വാഗ്ദത്ത വചനങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാ. സമയമില്ല വായിപ്പിക്കാൻ. 18:7-9 വരെ. ദാവീദ് 1000 കൊന്നു. ശൗൽ 1000 കൊന്നു. ദാവീദ് 10,000 കൊന്നു എന്ന പാട്ട് മുഴങ്ങിയപ്പോഴേ പോയി. സ്വന്തം താഴ്ത്തു വായിക്കുമ്പോൾ സൂപ്പർഫിഷ്യൽ റിപ്പന്റൻസ്, പുറമെ മാത്രം കാണിക്കുന്ന ഒരു മുതലക്കണ്ണീര്, അകത്തോട്ടിറങ്ങിയുള്ള ആഴമേറിയ മാനസാന്തരമില്ലായ്മ, അതൊരു കട്ടയാ. കാരണം എന്താ? നിങ്ങളുടെ വാഗ്ദത്തമാകുന്ന വചനമാകുന്ന വിത്ത് കിളിർത്ത് ഫലം പുറപ്പെടുവിക്കാൻ അത് നിന്നെ സഹായിക്കത്തില്ല. ഒരു മുതലക്കണ്ണിലൊഴുക്കുന്ന ആഴത്തിലേക്ക് ഇറങ്ങി. ദാവീദിന് വെളിയിൽ നിന്ന് അവന്റെ തുണി മുറിച്ചെടുത്ത് കാണിച്ചപ്പോ, അയ്യോ എന്റെ മോനെ ദാവീദ് എങ്ങനെയാന്ന് കരയുന്നല്ലാതെ ഒരു മാനസാന്തരത്തോട് മടങ്ങി വരാൻ ഒരു മനസ്സ് വെക്കാൻ എത്ര ഓപ്പർച്യൂണിറ്റി അവന് കിട്ടി. ഇത് രാത്രി കാലം ഓർത്തോണം. ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ശൗല് ഇറങ്ങി വന്ന് ഒരു മാറ്റം വരുത്താൻ, ഒരു റെസ്റ്റോറേഷന് വേണ്ടി ഒരിക്കലും ശൗല് തയ്യാറായില്ല. സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് എപ്പോഴും ഇംപേഷ്യല്ല. നമ്മൾ വായിച്ചു, ക്ഷമയോടെ കാത്തിരുന്നാൽ, ക്ഷമയോടെ നമ്മൾ യേശു പറഞ്ഞു, ആ ഒരുക്കുന്ന ഹൃദയമാകുന്ന നിലം ക്ഷമയോടെ വിളവ് കൊടുക്കുന്ന ആ നല്ല ഹൃദയത്തിന്, നല്ല നിലത്തിന് ഒത്തിരിക്കുന്നു. എപ്പോഴും ശൗലിന്റെ ജീവിതത്തിൽ ക്ഷമയില്ലായ്മ, ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ. എന്ന് രാത്രി പരിശുദ്ധമ്മ പറയുന്നു, സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. നിന്റെ വിചാരങ്ങളെക്കാളും നിന്റെ വഴികളെക്കാളും എന്റെ വിചാരങ്ങളും വഴികളും ഉന്നതമാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണം. ഇന്ന് രാത്രി എന്റെ വചനം അനുസരിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി ഒരിക്കലും ദൈവസന്നിധി വിട്ട് കുറുക്കു വഴികൾ അന്വേഷിച്ച് നീ പോകരുത്. കയ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ നീ എന്ത് ചെയ്യണം? വചനം പറയാ, ശത്രുവിന്റെ കയ്യിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, കേൾപ്പിക്കുകയില്ല. ശൗലെ, നീ ധൃതി വെച്ച് യാഗമൊന്നും കഴിക്കണ്ട. ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ, നീ വചനത്തിൽ നിൽക്കുന്നതാണെങ്കിൽ, എത്ര ഫെലിസ്തന്മാർ ഇളകി വരട്ടെ, ആരെല്ലാം നിന്നെ ഇട്ടേച്ചു പോകട്ടെ, ഇന്ന് രാത്രി ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി. ലോകമെല്ലാം നിന്റെ കൂടെ ഉണ്ടായിട്ടും സ്വന്തം എത്രയെല്ലാം ശത്രു നിന്നെ വിട്ട് ഓടിയെന്ന് വന്നാലും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും നിങ്ങൾക്കില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്വന്തം ചെയ്യുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിന് അവസാനം ദൈവം അവനോട് മിണ്ടാതായി. കാരണം അതെല്ലാം കൊടുത്തവൻ പ്രവചനം കൊടുത്തു. അവസാനം ദൈവം ഇവന്റെ വഴി, മാനസാന്തരമില്ലാത്ത, മടങ്ങി വരാത്ത, എത്ര വചനം കേട്ടാലും റിപ്പന്റ് ചെയ്യാത്ത, പിന്നെ ദൈവം മിണ്ടത്തില്ല. ചില കുറച്ച് കഴിഞ്ഞോട്ടോടെ ദൈവം എവിടെല്ലാം നിങ്ങൾ അന്വേഷിച്ചു പോലും ദൈവം പിന്നെ സംസാരിക്കത്തില്ല. അന്നേരം പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വെളിച്ചപ്പാടത്തിമാരെ കൊന്ന, ദൈവ വഴി വിട്ട് നടക്കുന്നവരെ നശിപ്പിച്ച, വിശുദ്ധി വേർപാടിലേക്ക് വന്നവൻ എങ്ങോട്ട് പോകാൻ തുടങ്ങി? മന്ത്രവാദികളെ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്രയോ പേർ ദൈവ വഴി വിട്ടിട്ട് കുറുക്കു വഴിയും ഇടത്തെ വഴിയും ഒക്കെ തേടി പോകുന്നു. ഇന്ന് രാത്രി അവസ്ഥ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകരുത്. പരിശുദ്ധമ്മ പറയുന്നു രാത്രി അതുകൊണ്ട് കട്ടകളെ ഉടച്ചു നിരത്താം, ഉപർനിലങ്ങളെ ഇളകി മരിക്കാം, സ്വന്തം ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം, ഫലം കൊടുക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഓർക്കണം, സമയത്ത് നിർത്തുകയാ. ട്രാജഡി വന്ന്, ശൗല് വന്ന ട്രാജഡി എല്ലാം കിട്ടിയിട്ടും അവന്റെ ജീവിതം ഒരാത്മഹത്യയെ കലാശിച്ചു. അവൻ മാത്രമാണ് പോയത്, അവന്റെ സന്തതിയും. എത്ര നല്ല യോനാഥാനാ. യോനാഥാൻ എന്നത് പഠിക്കണം. ഒരിക്കലും ഉഴപ്പനായിരിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു യോനാഥാൻ. അപ്പന്റെ ഉഴപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഒറ്റ സ്വന്തം ആയുധവാഹനം കൊണ്ട് കേറിപ്പോയി. എത്രായിരം എണ്ണത്തെയാ കൊന്നത് യോനാഥാൻ. ശക്തനായ ഒരു യവനക്കാരനായ തലമുറ പെട്ടുപോയി. ഇന്ന് രാത്രി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവേ, ആത്മീക വളർച്ചയിൽ എന്നെ തന്നെ ഏൽപ്പിക്കും. എന്നിലുടയാത്ത ഒത്തിരി കട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവേ എനിക്ക് കാണിച്ചത്, കർത്താവെ എനിക്ക് കാണിച്ചത്, അങ്ങനെ ഉടയ്ക്കാൻ എന്നെ സഹായിക്കും. ഇന്ന് രാത്രി ഞാൻ മാനസാന്തരത്തിലേക്ക് വരുന്നു. എന്റെ അഹങ്കാരങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ക്ഷമയില്ലാത്ത അവസ്ഥകളെ ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാത്ത ആ കഥകളെ ഞാൻ ഏറ്റുപറയുന്നു. അതിനെ ഉടയ്ക്കുന്നു. അവൻ ജനത്തെ, സമൂഹത്തെ ഭയപ്പെടുന്ന ആ കഥകളെ ഇന്ന് രാത്രി വിശ്വാസത്തെ ഉടയ്ക്കുന്നു. പാതി മാത്രം നിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ആ കഥകളെ ഞാൻ ഉടയ്ക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സ്ഥലം കടന്നു വരുന്ന കർത്താവേ, എന്റെ വിത്ത്, എന്റെ വാഗ്ദത്തമാകുന്ന വചനമാകുന്ന വിത്ത് വീണ് അത് കിളിർക്കാൻ 30, 60, 100 മേനി ഫലം കഴിപ്പാൻ എന്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു. ആ യോസഫിന് വേണ്ടി ആ നൽകിക്കൊടുത്ത ദർശനമാകുന്ന ആ വചനമാകുന്ന വിത്ത്
അവൻ 30, 60, 100 മെനിയായി ഫലം കായ്ച്ചതുപോലെ, അത് ഫലപ്രാപ്തിയിലെത്തിയതുപോലെ ഇന്ന് എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, എനിക്ക് തന്ന വാഗ്ദത്തങ്ങള്, എനിക്ക് തന്ന ദർശനങ്ങള് അത് നിവർത്തിക്കാൻ തക്കവണ്ണം എന്നെ തന്നെ ഒരുക്കുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ഗാനം പാടി ആരാധിക്കുമ്പോൾ സ്വത്താഴ്ച എടുത്ത് പ്രാർത്ഥന തിരിഞ്ഞു പോകാം. നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്കൊരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് തന്നെ നിറയ്ക്കണം. ചെറുപ്പാടി ശ്രദ്ധിക്കാം.